The Real FM 103.6. ശ്രദ്ധ. 1888 മദ്രാസ് റെയിൽവേയുടെ പടിഞ്ഞാറൻ ടെർമിനസായി തുറന്ന കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ്. ഇന്ന് ഈ സ്റ്റേഷൻ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാവാൻ ഒരുങ്ങുകയാണ്. 2027 ജൂൺ 1 നവീകരണം പൂർത്തിയാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഈ വിഷയത്തിൽ ശ്രദ്ധയിൽ ഇന്നാദ്യം പ്രതികരിക്കുന്നു പാലക്കാട് അഡീഷണൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ കെ അനിൽകുമാർ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന വികസന പ്രവർത്തനങ്ങളാണ് ത്വരിതഗതിയിൽ സ്റ്റേഷനിൽ പുരോഗമിക്കുന്നത്. വിവിധ പദ്ധതികളായ 5 നിലകളുള്ള 2 ടെർമിനൽ ബിൽഡിംഗുകൾ സ്റ്റേഷന്റെ കിഴക്കും പടിഞ്ഞാറും ഭാഗത്ത് നിർമ്മിക്കുന്നതാണ്. എല്ലാ പ്ലാറ്റ്ഫോമുകളെയും ടെർമിനൽ ബിൽഡിംഗുകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് യാത്രക്കാരുടെ സൗകര്യാർത്ഥം ലോക നിലവാരത്തിലുള്ള ഒരു എയർ കോൺകോഴ്സ് നിർമ്മിക്കുന്നുണ്ട്. 12 മീറ്റർ വീതിയുള്ള പുതിയ 2 നടപ്പാലങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ 18 ലിഫ്റ്റുകളും 20 എസ്കലേറ്ററുകളും നടപ്പിലാക്കുന്നതാണ്. പാർക്കിംഗ് സൗകര്യങ്ങൾക്കായി മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് നിർമ്മിക്കുന്നതാണ്. കിഴക്ക് ഭാഗത്ത് 5 നിലയ്ക്കും പടിഞ്ഞാറ് ഭാഗത്ത് 6 നിലയ്ക്കും നിർമ്മിക്കുന്ന ഈ സംവിധാനത്തിൽ ഒരേ സമയം 900 കാറുകളും 2500 ബൈക്കുകളും പാർക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. എല്ലാ പ്ലാറ്റ്ഫോമുകളിലും മുഴുവൻ നീളത്തിൽ മേൽക്കൂര നിർമ്മിക്കുകയും ഗ്രാനൈറ്റ് ഫ്ലോർ നിർമ്മിക്കുകയും ചെയ്യുന്നതാണ്. ഇതിനോടൊപ്പം സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുവാനുള്ള റോഡുകൾ നവീകരിക്കുന്ന വർക്കുകളും നടപ്പിലാക്കുന്നതാണ്. ഈ പ്രവൃത്തികളെല്ലാം 2027 ജൂൺ മാസത്തോടെ പൂർത്തിയാക്കാനാണ് റെയിൽവേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനുവേണ്ടി ആകെ 472.96 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. സ്റ്റേഷൻ ആധുനികവൽക്കരിക്കുന്നതിനൊപ്പം യാത്രക്കാർക്ക് മികച്ച സുഖകരവും സൗകര്യപ്രദമായ രീതിയിലാണ് ഈ പ്രവൃത്തികളെല്ലാം റെയിൽവേ വിഭാവനം ചെയ്തിരിക്കുന്നത്. നിലവിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായി പലയിടങ്ങളും പൊളിച്ചു മാറ്റിയതിൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും വലിയ വികസനം വരുന്നതിന്റെ മുന്നോടിയായതിനാൽ സമൂഹം മുഴുവൻ ഇതിനെ സ്വാഗതം ചെയ്തിരിക്കുന്നുവെന്ന് നാഷണൽ റെയിൽവേ യൂസേഴ്സ് കൺസൾട്ടീവ് കൗൺസിൽ അംഗം സിഇ ചാക്കുണ്ണി. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനായി ഉയർത്തുവാനുള്ള നടപടികളാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ആരംഭിച്ചിരിക്കുന്നത്. 3 കൊല്ലത്തിനുള്ളിൽ 445.95 കോടിയുടെ വൻ വികസനം പ്രഖ്യാപിക്കുക മാത്രമല്ല ഉടനടി അതിൻ്റെ നടപടികൾ ആരംഭിച്ചതെന്ന് തന്നെ സന്തോഷമുള്ള കാര്യമാണ്. എല്ലാ സൗകര്യങ്ങളും കൂടിയ, അതായത് എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ലിഫ്റ്റ്, എസ്കലേറ്റർ, ഉന്നത നിലവാരമുള്ള ഫുട് പാസുകൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, വിശാലമായ കാർ പാർക്കിംഗ് ഉൾപ്പെടെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നിലവാരത്തിലുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നിരവധി നിലകളിൽ 2 ഭാഗത്തും പണിയുന്ന റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാകുമെന്ന് മാത്രമല്ല 3 കൊല്ലത്തിൻ്റെ ഉള്ളിൽ അത് പണി പൂർത്തീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്, കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ, കേന്ദ്ര ടൂറിസം മന്ത്രി ശ്രീ സുരേഷ് ഗോപി എന്നിവരെല്ലാം നേരിട്ട് ഇതിന്റെ പ്രവർത്തന പുരോഗതി കാണുന്നതിനും ആവശ്യമായ നിർദ്ദേശം നൽകുന്നതിനും ഉന്നത ഉദ്യോഗസ്ഥന്മാരും എഞ്ചിനീയർമാരും കൂടെ വന്ന് സന്ദർശിച്ച് നിർദ്ദേശം നൽകുകയും അതും നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. 1ാം പ്ലാറ്റ്ഫോം പൊളിച്ചു കഴിഞ്ഞു. യാത്രക്കാർക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും വലിയ ഒരു സൗകര്യം വരുന്നതിനുള്ള നിലയ്ക്ക് സമൂഹം മുഴുവൻ അതിന് സ്വാഗതം ചെയ്തിരിക്കുകയാണ്. എത്രയും വേഗം തന്നെ പണി പൂർത്തീകരിക്കുന്നു. അതിലുണ്ടാകുന്ന ഗതാഗത തടസ്സം മറ്റും പരിഹരിക്കാൻ ജില്ലാ ഭരണകൂടവും നഗരസഭയും പോലീസ്, അഗ്നിശമന സേന, KSEB, വാട്ടർ അതോറിറ്റി എന്നിവർ ഏകോപിച്ച് ബദൽ സംവിധാനങ്ങൾ നടത്തണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 2027 സ്റ്റേഷൻ നവീകരണം പൂർത്തിയാവുന്നതോടെ കോഴിക്കോട് നിന്നും ദീർഘദൂര ട്രെയിനുകൾ ആരംഭിക്കുന്നതിനും കോഴിക്കോടിന്റെ സമഗ്ര വികസനത്തിനും ഇത് കാരണമാവും. കോഴിക്കോട് MP MK രാഘവൻ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണ പ്രവൃത്തി അതിവേഗം പുരോഗമിക്കുക. 46 ഏക്കർ സ്ഥലത്താണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷന്റെ നവീകരണ പ്രവൃത്തികൾ ഒന്നായ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നവീകരണം. പക്ഷേ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ സ്വാഭാവികമായും ഒരു വിമാനത്താവളത്തിന് സാദൃശ്യമായ ഒന്നായി കോഴിക്കോട് സ്റ്റേഷൻ മാറുകയാണ്. അതിന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. 6 പ്ലാറ്റ്ഫോമുകൾക്കും 9 ട്രാക്കുകൾക്കും ഉള്ള സൗകര്യം, 20 ലിഫ്റ്റുകൾ, 24 എക്സലേറ്ററുകൾ, 12 മീറ്റർ വീതിയുള്ള ഫുട് ഓവർ ബ്രിഡ്ജ്, 2 പ്രവേശന കവാടങ്ങൾ, ഒരേ സമയം 1200 കാറുകൾക്കും 2500 ഇരുചക്ര വാഹനങ്ങൾക്കും ബസ്സുകൾക്കുള്ള പാർക്കിംഗ് ഏരിയ,
48 മീറ്റർ വീതിയുള്ള പാതയാണ് സ്റ്റേഷൻ വളവിൽ മറ്റൊരു പ്രത്യേകത. നിലവിൽ 5 മീറ്റർ വീതിയുള്ള 2 ഫുട് ഓവർ ബ്രിഡ്ജുകൾക്ക് പകരം 12 മീറ്റർ വീതിയാണ് ഉണ്ടാവുക. ഇരു ടെർമിനലിലെയും ഈസ്റ്റ് ടെർമിനലിനെയും വെസ്റ്റ് ടെർമിനലിനെയും ബന്ധിപ്പിച്ച് മധ്യത്തിൽ 48 മീറ്റർ വീതിയിലുള്ള കോൺകോഴ്സിൽ ബിസിനസ് ലോഞ്ച് ഉണ്ടാകും. അതുപോലെ സ്കൈ വാക്ക് സൗകര്യം ഉണ്ടാകും. അതുകൂടാതെ പഴയ ക്വാർട്ടേഴ്സ് പൊളിച്ച് പുതിയ ക്വാർട്ടേഴ്സ് പണിയുന്നു. അതിലുപരി 4.2 ഏക്കറിൽ വാണിജ്യ കേന്ദ്രം സ്ഥാപിക്കുന്നു. എൻട്രി എക്സിറ്റ് എന്നിവയ്ക്ക് പ്രത്യേക കവാടങ്ങൾ ഉണ്ടാകുന്നു. മൾട്ടിപ്ലക്സ് ഉണ്ടാകുന്നു. ഓഫീസ് സ്പേസ് ഉണ്ടാകുന്നു. ഇന്റർനാഷണൽ നാഷണൽ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ഉണ്ടാകുന്നു. സ്റ്റാർ ഹോട്ടൽസ് ഉണ്ടാകുന്നു. തുടങ്ങിയ വാണിജ്യ കേന്ദ്രങ്ങളാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം. അതുകൂടാതെ ഇവിടെ 10 ലക്ഷം സ്ക്വയർ ഫീറ്റ് IT വേണ്ടിയുള്ള ഒരു പ്രത്യേക സംവിധാനം, IT സ്പേസ് കൂടി സ്റ്റേഷന്റെ ഭാഗമായി വരികയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മനോഹരമായ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ എടുത്തു പറയാൻ സാധിക്കാവുന്ന തലയെടുപ്പുള്ള മലബാറിന്റെ പ്രാധാന്യം അനുസരിച്ചുള്ള റെയിൽവേ സ്റ്റേഷനായി മാറുകയാണ്. ഏതായാലും ഇത് 3 വർഷം കൊണ്ട് പൂർത്തിയാകും എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. 2 ആഴ്ച മുമ്പ് ഇതിന്റെ റിവ്യൂ മീറ്റിംഗ് ഉണ്ടായിരുന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും ഞാനും പങ്കെടുത്തിരുന്നു. എല്ലാ കാര്യങ്ങളും വിലയിരുത്തി. അപ്പോ 2027 ആകുമ്പോഴേക്കും നമുക്കിത് പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. മറ്റൊരു കാര്യം, കോഴിക്കോട് നിന്ന് ദീർഘദൂര ട്രെയിനുകൾ ആരംഭിക്കാനും കോഴിക്കോട് സമഗ്ര വികസനത്തിനും ഈ പുതിയ റെയിൽവേ സ്റ്റേഷൻ കാരണമായി മാറും എന്നാണ് എന്റെ വിശ്വാസം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനെ വിമാനത്താവള നിലവാരത്തിലേക്ക് ഉയർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് വിഭാവനം ചെയ്യുന്നതെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ഒരു ആധുനിക റെയിൽവേ സ്റ്റേഷൻ വിമാനത്താവളത്തിന്റെ രീതിയിൽ തന്നെ ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അത് കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടി കൂടി ഉപയോഗിക്കാവുന്ന രീതിയിൽ 1 ഇഞ്ച് ഭൂമി പോലും അക്യൂർ ചെയ്യാതെ ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. കൂടുതൽ പാസഞ്ചേഴ്സിന് ഗുണപ്രദമായിട്ടുള്ള രീതിയിലാണ് ഇത് നിർമ്മിക്കുന്നത്. മാത്രമല്ല, ഇതുവരെയുള്ള ആധുനിക സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ ഈ റെയിൽവേ സ്റ്റേഷനിലുണ്ടാവും. അതുപോലെ ഹെൽത്ത് ഫെസിലിറ്റീസ് ഉണ്ടാകും. അതുപോലെ തന്നെ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ക്വാർട്ടേഴ്സ് ഉണ്ടാകും. അങ്ങനെ ഏത് രീതിയിൽ നമ്മളൊരു എയർപോർട്ടിൽ ചെല്ലുന്നു ആ രീതിയിലുള്ള സംവിധാനങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാകുക. ഇപ്പം ഈ പ്രവർത്തനങ്ങളിൽ എല്ലായിടത്തും ജനപ്രതിനിധികളുടെ സാന്നിധ്യവും അവരുടെ പങ്കാളിത്തവും പ്രധാനമന്ത്രി വിഭാവന ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അശ്വിനി വൈഷ്ണവും അത് പറയുകയുണ്ടായി. അത് ഒരു ജനകീയമായിട്ടുള്ള പദ്ധതിയായിട്ട് മാറും. കേരളത്തിലെ റെയിൽവേ മുഴുവൻ തന്നെ ഇപ്പോൾ വന്ദേ ഭാരത് വന്നതോടുകൂടി എല്ലാവരും അംഗീകരിക്കുന്ന രീതിയിൽ യാത്രാ സൗകര്യം കേരളത്തിൽ വർദ്ധിച്ചിരിക്കുകയാണ്. അതിനനുസരിച്ച് കൂടുതൽ ആൾക്കാർ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സംവിധാനമാണ്. അതിനനുസരിച്ചുള്ള ആവശ്യങ്ങളും കൂടുകയാണ്. 450 കോടി രൂപ ചെലവിൽ 46 ഏക്കറിലായി ആധുനിക സൗകര്യങ്ങളോടുകൂടി റെയിൽവേ സ്റ്റേഷൻ വികസിക്കുന്നതോടെ കോഴിക്കോടിന്റെ മുഖം മാറുമെന്നതിൽ സംശയമില്ല. ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര. ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.